റോസമ്മ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ആന്റിക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആന്റി ഇതിനിട്ട പേരാണ് റോസ് ഫിഷ്. എങ്ങനെയാലും ഇത് കഴിയുമ്പോ കുറെ സമയമോ അപ്പോഴത്തേക്കും ചേട്ടന് വിശക്കുക അതിനുള്ള ആള് റെഡിയാക്കി നമ്മുടെ റൈസ് മീനൊക്കെ ഇങ്ങനെയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാം നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമി നരകവാദിക്കൽ നരകവാദി നടുവിൽ ഞാൻ എനിക്കെന്നെ റൈസ് മാത്രം മതിയല്ലോ. തന്നെ എടുത്ത് കഴിച്ചോ. എന്താ കൈ പിന്നിൽ കെട്ടി അവിടെ പോയി നിൽക്കുന്നു. ഏലക്കായ കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ആരാണത്? നിലാവിന്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം. പ്രിയപ്പെട്ടവരെ നമസ്കാരം. സമയം രാത്രി 8 മണി സമയമായിട്ട്. അപ്പം നമ്മള് ഒരു ഗംഭീരമായ ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അത് നമുക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മള് മുൻപ് വളരെ 4 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഗുരുവായൂരുള്ള കണ്ടാണശ്ശേരിയിലുള്ള ജയശ്രീ മോഹൻദാസ് എന്നാണ് ആളുടെ മുഴുവൻ പേര്. ജയശ്രീ ആന്റി പറഞ്ഞു തന്നിട്ടുള്ളതാണ് അന്ന്. റോസ് ഫിഷ് എന്ന് പറഞ്ഞപ്പോൾ യൂട്യൂബിൽ അടിച്ച് കിട്ടുന്നില്ല ആർക്കും, ഞങ്ങൾക്ക് തന്നെ കിട്ടുള്ളേ. അപ്പൊ ജയശ്രീ ആന്റി നമ്മുടെ അടുത്ത് പറഞ്ഞേ, ജയശ്രീ ആന്റി പറഞ്ഞു തന്നിട്ടുള്ള വേറൊരു ബിരിയാണി ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇനിയിപ്പോ ഒന്നും ആളുകൾക്ക് അതൊന്നും കുറെ നാള് മുന്നത്തിലൊക്കെ മറന്നുണ്ടാവും. പിന്നെ ഇപ്പൊ പുതിയ ആളുകളല്ലേ, അന്നത്തെ വ്യൂവേഴ്സ് ഇന്ന് ഉണ്ടാവണം എന്നൊരു നിർബന്ധം ഇല്ലല്ലോ, അപൂർവം പേരുണ്ടാവും. അപ്പോ അത് ഇപ്പോഴത്തെ ആളുകൾക്ക് വേണ്ടിയിട്ട് വീണ്ടും അത് ചെയ്യെന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ആന്റിയുടെ അവിടേക്ക് ഞങ്ങൾ കുറെ നാളായിട്ടാ പോവാൻ നിൽക്കണു. ആളുടെ വീട്ടിൽ വന്നിട്ട് ആൾക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇങ്ങനെ വീഡിയോയിൽ വരണം, പാചകം ചെയ്യണം എന്നൊക്കെ. പക്ഷെ ആൾക്ക് തീരെ വയ്യ, എപ്പോഴും അസുഖം. എന്ന് വിളിക്കുമ്പോഴും ഇന്ന ദിവസം എന്ന് പറയാം, ആ ദിവസം ആകുമ്പോഴത്തേക്കും വിളിക്കുമ്പോഴത്തേക്കും ആൾക്ക് അപ്പോഴത്തേക്കും എന്തെങ്കിലും അസുഖം പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വയ്യാണ്ടിരിക്കുക. അപ്പൊ എന്തായാലും പോവും ഞങ്ങള്. അപ്പൊ ഈ റോസ് ഫിഷ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയത്. അപ്പൊ റോസമ്മ ടീച്ചർ എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ആന്റിക്ക് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആന്റി ഇതിനിട്ട പേരാണ് റോസ് ഫിഷ് എന്ന്. അപ്പൊ ഇനി റോസ് ചിക്കൻ ഉണ്ട്, അത് അവിടെ വന്നിട്ട് നമുക്ക് എടുക്കാം. ആന്റി അത് ഉണ്ടാക്കാം എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ റോസ് ഫിഷിന്റെ കൂടെ നമുക്ക് എന്തും ചോറ് കഴിക്കാം, ചപ്പാത്തി കഴിക്കാം, ബിരിയാണി ഒക്കെ കഴിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് റോസ് ഫിഷും ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബിരിയാണി റൈസ് ഉണ്ടാക്കിയിട്ട് റോസ് ഫിഷ് അപ്പുറത്ത് ഉണ്ടാക്കും. അപ്പൊ നമ്മള് നെയ്മീനാണ്. നെയ്മീൻ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മള് അത് മിളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നെയ്മീന്റെ വാലും തലഭാഗം കൂടിയിട്ട് നമ്മൾ കൂട്ടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ നടുക്ക് ഭാഗം ആണ്, അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യണത്. അപ്പൊ അത് കാണാം. നമ്മള് 3/4 കിലോ നെയ്മീനാണ് എടുത്തു കൊടുത്തിട്ട്. നെയ്മീൻ കണ്ടത് നല്ല പീസുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇത് ചേർത്ത് പരട്ടി വയ്ക്കണം. അപ്പോൾ ചെറുനാരങ്ങ ചേരൻ്റെ അവിടെ പൊട്ടിച്ചിട്ട് ചേരേണ്ട ചെറുനാരങ്ങ മരം കണ്ടോളൂട്ടാ, കാണ്ടനെയാണ്. ഒരു ദിവസം ചെറുനാരങ്ങ കൊണ്ട് ഒരു വെറൈറ്റി അച്ചാറുണ്ടാക്കണം. വീട്ടിലുണ്ടായി ചെറുനാരങ്ങ കൊണ്ട് ചെറിയണ്ട കൊലയായിട്ടാണ് ഉണ്ടായി നിൽക്കുന്നത്. ഉണ്ടാക്കാം ഇത് കാണിക്കാൻ തന്നെ. ഇതിൻ്റെ തൈകൾ ഉണ്ടാക്കണമെന്ന് പലപ്പോഴും വിചാരിക്കും. തൈകൾ ഉണ്ടാക്കിയിട്ടില്ല. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും പൊട്ടിക്കാം കേട്ടോ. ഇഷ്ടം പോലെ നമുക്കൊരു ഒറ്റ ചെറുനാരങ്ങ വേണ്ട, അത് മാത്രം മതിയില്ലേ. ഇപ്പോൾ വേണ്ട, ഇത് കാണിക്കാൻ നല്ല ഇഷ്ടമാണ് ഈ ചെറുനാരങ്ങ. നമ്മളൊരു പ്ലേറ്റ് എടുത്തു കേട്ടോ. പ്ലേറ്റിലേക്ക് നമ്മൾ ഈ 3/4 കിലോയിലേക്ക് ആവശ്യമായിട്ടുള്ള വറുക്കാനായിട്ട്, അതായത് മുളക് പിടിക്കാനായിട്ട് മുളക് പൊടി, പിന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ ഉള്ളത് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ നമ്മൾ ചെറുനാരങ്ങ. 3/4 കിലോ ഉള്ള കാരണം നമുക്ക് ചെറുനാരങ്ങ ഒരു സ്വല്പം കൂടുതലാക്കാം. ഇതിന് മീതിയിട്ട് കഴിഞ്ഞാലേ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇതിന് മീതിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്ക് പിടിക്കായിന്നില്ല. എന്നാലും ഇത് മിക്സ് ചെയ്യണം. എന്തിട്ടാ മീൻ പീസുകളല്ലേ. വെള്ളത്തിൻ്റെ ഇത് കുറവുണ്ടെന്ന് തോന്നുന്നു. ഒരു സ്വല്പം വെള്ളം ചേർക്കായിരുന്നു. ചെറുനാരങ്ങയിൽ മീൻ കുറച്ച് നേരമായി വെള്ളമൊക്കെ വാന്ന് വെച്ചിട്ടേ ഇല്ലേ, വെള്ളം നനവുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഒരു 3-4 മണിക്കൂർ നേരം ഇങ്ങോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാലേ പിന്നെ നന്നായി പിടിച്ചോളൂ ഈ സാധനം. ഇതിലാണ്ട് എടുത്ത് വയ്ക്കുക.
ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടപ്പോൾ ഒക്കെ പിടിച്ച് സൂപ്പറായിട്ടുണ്ടാവും. കലകനായിട്ട് തേച്ച് പിടിപ്പിച്ചു കേട്ടോ. ഇനി നമുക്കൊരു 3-5 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നന്നായി മിളകൊക്കെ പിടിച്ചു വിട്ടത്. ഇതിപ്പോൾ 750 ഗ്രാം മീനുണ്ട്. നമുക്ക് 500 ഗ്രാം ആവശ്യമുള്ള, ബാക്കി 250 ഗ്രാം നമുക്ക് ഇവിടെ വറുത്ത് തിന്നാനുള്ളതാണ്. അത് കഴിഞ്ഞ അപ്പൊ തന്നെ എന്നെ നോക്കണം. ബാക്കിയുള്ള 500 ഗ്രാം വറക്കണില്ലേ, അതും തിന്നാനുള്ള തന്നെയല്ലേ? അല്ല, അത് നമ്മൾ ഉണ്ടാക്കിയ ആളുകൾ പ്രേക്ഷകരെ കാണിക്കാൻ, ഇത് അതിന്റെ ഇടയിൽ തിന്നാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മീൻ വറക്കാം. ഇവിടെ എന്തായാലും 8 മണി ഇത് തുടങ്ങുമ്പോ എങ്ങനെയാലും ഇത് കഴിയുമ്പോ കൊറേ സമയവും അപ്പോഴത്തേക്കും ചേട്ടന് വിശക്കും. അതിനുള്ള ആള് റെഡി ആക്കി. അപ്പൊ സരിത, ഞാനിവിടെ മീൻ വറക്കണു, സരിത അവിടെ ബിരിയാണിയുടെ റൈസ് ഉണ്ടാക്കണം. റൈസ് ഉണ്ടാക്കാം. അയ്യോ, റൈസ് ആദ്യം കഴുകി വാർത്ത് വെക്കട്ടെ. അപ്പൊ അത് എടുക്കട്ടെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ തീ കത്തിക്കുന്നു. ആദ്യമായിട്ടല്ല കേട്ടാ, കാറ്റുണ്ടല്ലോ സരിത. നമ്മുടെ പാത്രം അടപ്പത്ത് വെച്ചു, കാറ്റുണ്ടല്ലോ ഭയങ്കരമായിട്ട്. ഞാൻ വിചാരിച്ച ഒന്നും ചെയ്യാൻ പറ്റില്ല. അതെ, എന്നോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇടിവെട്ടും മഴയും വരുമ്പോ എന്നെ വിളിക്കും, കാറ്റ് വരുമ്പോഴും എന്നെ വിളിക്കും. ഞാൻ തൊട്ട് ചെയ്യാം. അപ്പൊ ഇത് ഭയങ്കര ചെലവ് കൂടിയ, ചെലവ് കൂടുതലുള്ള സാധനമാണ് കേട്ടോ ഈ ചീന സാധനം. പിന്നെ അന്ന് നമ്മളിത് ചെയ്തത് കംപ്ലീറ്റ് സൺഫ്ലവർ ഓയിലായിരുന്നു. അത് അന്ന് ആന്റി പറഞ്ഞ എന്താ വെച്ചാൽ ഒരു 1-2 ആഴ്ചയൊക്കെ ഇരിക്കും. ഈ മീനച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കില്ലേ, പറഞ്ഞിട്ടുള്ള വിഭവം 2-3 ആഴ്ച ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ ഇരിക്കണമെങ്കിൽ അത് സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കണം. വെളിച്ചെണ്ണയിലാവുമ്പോ അത് കാറും. അപ്പൊ ഇപ്പൊ നമ്മൾക്കത് ഉണ്ടാവില്ലേ, 2-3 ആഴ്ച 2-3 ദിവസത്തേക്ക് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാ മതി. 2-3 മണിക്കൂറുകൾക്ക് അതുണ്ടാവും. 3/4 കിലോ ഉണ്ടല്ലോ. കപ്പ് വേണ്ട, ഇതുകൊണ്ട് ഒരു 2 ഗ്ലാസ് മതി. കപ്പ് കൊണ്ടാകുമ്പോ കൂടും. അയ്യോ, ഈ കത്തി ചൂലാണ്ടേ. ഇതിന് റോസ് ഫിഷിലേക്ക് റോസ് ബ്രാൻഡ് ബിരിയാണി അരി കൊണ്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഈ ബിരിയാണി ഭയങ്കര വലിയ. ചേട്ടൻ എന്താ വെക്കാത്ത? അത് പാത്രം ചൂടാവണ്ടേ? 2 ഗ്ലാസ് അരി മതിയാവില്ലേ നമുക്ക്? അപ്പൊ 2 ഗ്ലാസ്. ഈ ബിരിയാണി വെക്കണേൽ ഒരു പ്രാധാന്യം ഇല്ല കേട്ടാ, അതിലൊരു പുതുമയില്ല, ഒന്നുമില്ല. നമ്മള് ചോറുണ്ടാക്കണല്ലേ പുതുമയില്ല. അപ്പൊ സരിത അവിടെ 2 ഗ്ലാസ് അരി എടുത്തു. ഞാൻ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് വറക്കാൻ പോകണം കേട്ടാ. വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ ഒഴിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു പോകണത് കേട്ടാ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. നമ്മൾ മീൻ ആദ്യം തന്നെ വറുത്തെടുക്കണം കേട്ടാ. ഇന്ന് ഈ മീൻ ഒരു ഗ്ലാമർ സാധനം തന്നെയാണ് കേട്ടാ. ഇത്ര വെളിച്ചെണ്ണ? അപ്പൊ നീ ഇത് വെളിച്ചെണ്ണ ഇത്തിരി കൂടുതൽ വേണമെന്ന് പറഞ്ഞില്ലേ? അത് വഴറ്റുമ്പോഴല്ലേ പ്രത്യേകം ഞാൻ എടുത്തു പറയില്ലേ, വഴറ്റുമ്പോഴാന്ന്. കുഴപ്പമുണ്ടോ? ഈ വെളിച്ചെണ്ണ ആവശ്യം വരും ഇനി. നമ്മള് വഴറ്റാൻ പോണത് മറ്റേലല്ലേ, അപ്പൊ ഇത് ഊറ്റി ഒഴിച്ചാ മതി. അരി കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടാ. അപ്പൊ വറക്കട്ടെ. ഇവിടെ വേറൊരിടത്ത് ഇത് പിന്നെ നമ്മള് സൺഫ്ലവർ ഓയിലാണ് ചെയ്യണത്. ഈ മീനുണ്ടല്ലോ, നമ്മൾ മുള്ളുമൊന്നൊക്കെ വെടിയിപ്പിച്ചിട്ട് ഇങ്ങനെ കഷ്ണങ്ങൾ എടുക്കണതിന്റെ മാംസം തന്നെ. വറക്കാൻ്റെ മുമ്പ് തീറ്റ തുടങ്ങിയതല്ലേ? കൂടുതൽ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടും. ഉണക്കമുന്തിരി ആദ്യം അണ്ടിപ്പരിപ്പ് വറക്കണം. ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴേ കണ്ടമാനം സാധനങ്ങൾ പാത്രങ്ങൾ കുറച്ച് വേണം. നമ്മൾ അടുക്കളയിൽ ഉണ്ടാക്കുമ്പോ ഒരു പ്രശ്നമില്ല, വീഡിയോ എടുക്കണത് കൊണ്ടാ. വീഡിയോ എടുക്കുമ്പോൾ തന്നെയാണല്ലോ. അല്ലാതെ നമുക്കിപ്പോ അതൊക്കെ അരിയലും പിടിക്കലൊക്കെ ഇത് ചെയ്തോണ്ടിരിക്കുമ്പോ ഇവിടെ നിന്ന് ആക്കിയാ പോരെ, അപ്പൊ പെട്ടെന്ന് കഴിയും. ക്രിസ്മസിനെ ഇത് ഉണ്ടാക്കിയാൽ മതി ആളുകള് ഈ സാധനം റോസ് ഫിഷ് ബിരിയാണി. ഇനി ഉണക്കമുന്തിരി ഇടുന്നു. ഇത് ഭയങ്കരമായിട്ട് വറക്കണ്ടല്ലോ ഇത് അത്യാവശ്യം. അപ്പൊ സരിത ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും സബോളയും വറുത്ത് കോരി കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണികൾ ചെയ്യുന്നത് കേട്ടാ. ഒരേ സമയം തന്നെ 2 അടുപ്പിലാകുമ്പോഴേ വേഗം കഴിയും പണി. ഞങ്ങൾ ആദ്യം വിചാരിച്ചതേ ഇതൊക്കെ വറുത്ത് കോരി വെച്ചിട്ട് ഈ സൺഫ്ലവർ ഓയിലില് മീൻ വറക്കാം. കാരണം അന്ന് ആന്റി പറഞ്ഞിരുന്നു വെളിച്ചെണ്ണയിൽ ചെയ്യരുത്, സൺഫ്ലവർ ഓയിലിൽ ചെയ്യണമെന്ന്. അതെ. അപ്പൊ ഇപ്പൊ ആള് പറഞ്ഞു വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി. ഞാൻ ചോദിച്ചു വെളിച്ചെണ്ണയിൽ ചെയ്യട്ടെ നീ, അപ്പൊ വെളിച്ചെണ്ണയിൽ ചെയ്തോളാൻ പറഞ്ഞു. ഇനി ഇതിലേക്കുള്ള സബോള. ഇത് ഇത്ര വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടാ. പിന്നെ എങ്ങനെയായാലും നമുക്കിത് ഒക്കെ ഇതിലേക്കുള്ള സാധനങ്ങളൊക്കെ വഴറ്റാൻ നന്നായിട്ട് വെളിച്ചെണ്ണ വേണം. അപ്പൊ ചേട്ടൻ പിന്നെ അധികം വെളിച്ചെണ്ണത്തിൽ ഒഴിച്ചു എന്ന് മാത്രം. നമ്മുടെ മീൻ വറക്കുമ്പോൾ നമ്മുടെ പൈനാപ്പിളിൻ്റെ ഒരു ഇതാണ് അരിയാനിച്ചു. അതായത് ബിരിയാണി റൈസിലേക്ക് കുറച്ച് പൈനാപ്പിൾ വേണമല്ലോ കഷ്ണങ്ങളാക്കി. പൈനാപ്പിൾ എസൻസ് ഒഴിക്കുന്നില്ല, അതിന് വരെ നമുക്ക് പൈനാപ്പിൾ പീസുകൾ ഇടാം.
സബോളയായി ഞാൻ എടുക്കാൻ പോവാ. സബോള അവിടെ എടുത്ത് വയ്ക്കുമ്പോൾ നമ്മുടെ ഈ മീൻ വറുത്തതും ആയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റത്തെ മീൻ സ്റ്റെപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതും എടുത്ത് വയ്ക്കാം. വേണ്ട, 2 സൈഡ് ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു മീൻ കഷ്ണത്തിന് എത്ര കാശെന്ന് ഈ സ്ഥലത്തൊക്കെ ഹോട്ടലിൽ അറിയില്ല. രണ്ടാമത്തെ സ്റ്റെപ്പ്. അരി കഴുകി ഇത് നമ്മൾ വാർത്ത് വെച്ചു കൂട്ടാ, വെള്ളം കളഞ്ഞു. ഞാൻ അരി വേവിക്കാനുള്ള പരിപാടി നോക്കാൻ പോവാണ്. കുക്കറിലാണ് വെക്കുന്നത്. സ്ഥലം അല്ലേ? രണ്ട് കാര്യങ്ങള്, 2 സംഭവങ്ങൾ ഒരേ സമയം ചെയ്തോണ്ടിരിക്കുന്നു. മീനും മാറ്റി വെക്കുക, അല്ലെങ്കിൽ എനിക്ക് കൺട്രോൾ പോകും. അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഒക്കെ വറുത്ത് കോരിയ സൺഫ്ലവർ ഓയിൽ ഇല്ല, അതിൽ നിന്ന് കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടാ. പിന്നെ നെയ്യും വേണം കേട്ടാ. സാജീരകം, പിന്നെ തക്കോലം, പട്ട, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടിയിട്ട് ഇട്ടു. ഇതുണ്ടാക്കണമെന്നും പറയണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഒരു ചെറിയ സബോള കുനുകുനുന്നനെ അരിഞ്ഞത് ഞാൻ ഉണ്ടാക്കാറുള്ളതാട്ടാ. ഉണ്ടാക്കാറുള്ള രീതിയാണ് ഇത്. കുറയ്ക്കാനുള്ള ആളുണ്ട് ഇവിടെ ഉണ്ടല്ലോ. മൂക്ക് തിന്നാ എങ്ങനെയുണ്ട് പൈനാപ്പിള്? ജഗ്ഗു, നല്ല രസമുണ്ട്. പൈനാപ്പിൾ വേണാ? നമുക്ക് എനിക്ക് നിങ്ങൾ രണ്ടുപേരും കഷ്ണം പുളിയല്ലേ? ഇതിലേക്ക് കുറച്ച് മല്ലിയില, പുതിനല അരിഞ്ഞത് കുറച്ച് ഇട്ടു. പൈനാപ്പിൾ അരിഞ്ഞത് ഇട്ടു. ഇനി നമ്മൾ 2 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ കുക്കറിൽ വെക്കുമ്പോൾ 1.5 ഇരട്ടി വെള്ളം മതി. അപ്പൊ 2ന്റെ 1.5 ഇരട്ടി എന്ന് പറയുമ്പോൾ 3 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. 1 2 3 ഗ്ലാസ്. ഈ കുക്കർ നമ്മൾ പുതിയത് വാങ്ങിയതാട്ടാ, നമ്മുടെ ന്യൂ കേരളന്നേ. ഇതില് ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇതിന്റെ ഇങ്ങനെയൊന്നും അറിയില്ല. പല കുക്കറിലും പല പോലെ. മറിച്ചിട്ട് കഴിഞ്ഞു കേട്ടാ. കാറ്റ് വരുന്നുണ്ട്. എങ്ങനെയാ യക്ഷികൾ വരുമ്പോ? എനിക്ക് എന്താ എന്നോട് ചോദിക്കണം? യക്ഷികളോടല്ലേ ചോദിക്കല്ലേ. സാധാരണ ഈ ടൈമിൽ ഒരു മഞ്ഞൊക്കെ ഉണ്ടാവേണ്ടതാണല്ലേ രാത്രി. ഈ സമയത്താണ് നമ്മള് രാത്രിയിലേ, ഈ സമയത്താണ് നമ്മൾ രാത്രിയിലൊക്കെ നടന്ന് കുറെ വൈകിട്ട് നടന്നു വരുമ്പോ പേളം പാല പൂത്ത സമയമാണല്ലോ. ഈ സമയത്ത് അതിന്റെ മണം വരും, യക്ഷികൾ ഇറങ്ങുന്ന സമയമാണ് എന്ന് പറയുന്നു. ചേട്ടാ ആധികാരികമായിട്ട് പറഞ്ഞു യക്ഷികൾ ഇറങ്ങുന്ന സമയമാണ്. ശ്രീകൃഷ്ണ പരന്ത് സിനിമയൊക്കെ ഈ സമയത്ത് ഇറങ്ങിയതാന്നുണ്ടല്ലേ? ഈ സമയത്ത് ഇറങ്ങിയതാ? ഏത് ഡിസംബറിലാ? ഈ സമയത്താണ് ഇറങ്ങിയതെന്ന് തോന്നുന്നു. ചേട്ടൻ തിയേറ്ററിലാ കണ്ടേ? ഏത് കൊല്ലത്തിൽ ഇറങ്ങിയേക്കണ പടം? 1984 ഒക്കെയാന്നുണ്ട്. അതിന് ആ സമയത്ത് തന്നെയാണ് ഈ കാവടി മറ്റേ ശിവരാത്രിക്ക് കാവടി അടുത്തതിന്റെ പിറ്റത്തെ മാസമല്ല ഉണ്ടാവുക, ഫെബ്രുവരി മാസത്തിലല്ലേ ശിവരാത്രി. ആ സമയത്ത് കാവടിയില് ഈ ശ്രീകൃഷ്ണ പരന്തിലത്തെ പാട്ടുണ്ടായിരുന്നു. തിയേറ്ററില് ഞാൻ പിന്നെ കണ്ടിട്ടുള്ളത് കുറെ കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടിട്ടുള്ളത്. സിനിമ കാണാൻ ഞാൻ വിചാരിച്ചു സിനിമ കാണാൻ അനുഭവങ്ങൾ. ആരാണത്? വെള്ളം തിളച്ചു. വെള്ളം വെട്ടി തിളയ്ക്കണം. അപ്പോൾ സരിതയിലേക്ക് അരി ഇടാൻ പോവാണ്. 2 ഗ്ലാസ് അരി കഴുകി വാല വെച്ചത് മുഴുവനായിട്ട് ശരിക്കും അത് പിടിക്കാൻ വേണമെങ്കിൽ വെള്ളം കൂടണ്ടാച്ചിട്ടാ. കുക്കറിൽ വെക്കുമ്പോഴേ വെള്ളം കൂടി കഴിഞ്ഞാൽ ചിലപ്പോ ചോറിന് കുഴച്ചില് വരും. മറ്റേ ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ 2 ഗ്ലാസ്സിന് 4 ഗ്ലാസ് വെള്ളം വേണ്ടി വരും. അതല്ല അങ്ങനെ ഊറ്റിയെടുക്കണ പരിപാടി ഉണ്ട്. ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ ഇത്ര കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ആ ചോറിന്റെ ഈ അരിക്ക് ഒരു ടേസ്റ്റ് ഉണ്ട് അല്ലേ? അതിന്റെ മണക്ക വെള്ളത്തിൽ പോണ പോലെ നമുക്ക് തോന്നും. ചിലപ്പോ കുഴപ്പമുണ്ടാവില്ല. അന്നിപ്പോ പ്രസിദ്ധേച്ച് വന്നിട്ട് ബിരിയാണി ഉണ്ടാക്കിയത് എന്തിട്ടായിരുന്നു മോശം? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, നമുക്കത് തോന്നണതാണ്. ഇനിയും പ്രസിദ്ധേച്ചിനെ കൊണ്ടുവന്നിട്ട് പാചകങ്ങൾ ചെയ്യാൻ ആരോ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഒഴിവില്ല, ഞായറാഴ്ചകളിൽ മാത്രം ഒഴിവുള്ള ആൾക്കേ നല്ല പണിയാണ് അവർക്ക്. ഹോട്ടലല്ലേ, വേറെ ജോലിക്കാരും ഇല്ല.
അവർ രണ്ടുപേരും കൂടിയിട്ട് തന്നെയൊക്കെ ചെയ്യണം. അപ്പം തിളച്ച് ഇതായി കഴിഞ്ഞാൽ അടയ്ക്കാം. ഇന്നാള് രാത്രി നമ്മൾ പാചകം ചെയ്യുമ്പോൾ ഒരു കമന്റ് ഉണ്ടായിരുന്നു, അതിൽ ഞാൻ വേറെ പാട്ടാ പാടിയേക്കണേ. അപ്പൊ രാത്രി പാടാൻ പറ്റിയ പാട്ട് നിലാവിന്റെ പൂങ്കാവിലാണെന്ന് പറഞ്ഞിട്ട്. ആ ശരിയാ. അത് ഈ സമയത്ത് തന്നെ പാടണം. പാലപൂത്ത മണാണല്ലോ ഈ സമയത്ത് മുഴുവൻ. ഏഴിലും പാലപൂത്ത മണാണ് എല്ലാ സ്ഥലത്തും. അപ്പൊ പോയിട്ടാ അപ്പൊ പോയി ഒരു 2-3 ദിവസം മുന്നേ വരെ ഉണ്ടായിരുന്നു. അല്ല അത് ഇങ്ങടെ കാറ്റ് അങ്ങടല്ലേ പോണത്. ഇവിടെ കയറ്റത്തില്ലേ, ഈ കയറ്റം പാലം കഴിഞ്ഞിട്ട് കയറ്റല്ലേ. അപ്പൊ അടുത്ത വശത്ത് വലിയൊരു ഏഴിലും പാലില്ലേ. അപ്പോഴ ഇങ്ങട് അധികം മണം വരില്ല, അങ്ങടാണ് പോണത് കാറ്റ്. ഇപ്പൊ ഇവിടുന്ന് അങ്ങടാ, അതുകൊണ്ടാണ് നമുക്ക് വരാത്തല്ലേ. ഞാനത് മീനെടുക്കാറായി, പാത്രം എടുക്കട്ടെ. ഇത് നന്നായി തിളച്ചു. അപ്പൊ ഇത് അടയ്ക്കാം നമുക്ക്. നമ്മുടെ 6 മീൻ കഷ്ണം ഒരനക്കല്ലാണ്ട് ഞാൻ തൊട്ടിട്ട് പോടില്ല കേട്ടാ. വറക്കൽ പരിപാടി കഴിഞ്ഞു കേട്ടാ. നമ്മുടെ വറുത്തെടുത്തു കേട്ടാ. ഇതിലത്തെ 2-3 നമ്മൾ എടുക്കും, ബാക്കിയുള്ളതുകൊണ്ട് ഉണ്ടാക്കുള്ളൂ. ഉരുളി അടപ്പത്ത് വയ്ക്കുന്നു. ഇത്തിരി വലിപ്പുള്ള പാത്രം വേണം വെച്ചിട്ടുണ്ട്. കാരണം 1/2 കിലോ മീൻ കൊണ്ടാണ് നമ്മളിത് ചെയ്യണേ. അപ്പൊ 1/2 കിലോ മീൻ കൊണ്ട് ഉണ്ടാക്കുമ്പോ 1/2 കിലോ സബോളയും 1/2 കിലോ തക്കാളിയും വേണം വഴറ്റാൻ. 1 കിലോ മീൻ ഉണ്ടെങ്കിൽ 1 കിലോ സബോള 1 കിലോ തക്കാളി വേണം. അപ്പൊ അത് ഇത്തിരി വലിപ്പമുള്ള പാത്രമാണ്, അപ്പോഴാണ് ഗ്രേവി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിരിയാണിക്കും പറ്റും, ചപ്പാത്തിക്കും ഒക്കെ പറ്റും. ഈ വെള്ളം പോട്ടെ. ഇത് ഒരു വിസിൽ മതി, നമുക്ക് ഓഫ് ചെയ്തിടാം. അതേ സമയം തന്നെ ഇത് പാത്രം ചൂടായി. അപ്പൊ നമ്മുടെ ഈ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുന്നു കേട്ടാ. മീൻ വറുത്ത വെളിച്ചെണ്ണ. പോരാത്ത വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇതാ 1/2 കിലോ സബോള അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇടുകയാണ് കേട്ടാ. ജഗു പഠിക്കണോടത്ത് വന്നോണ് കഴിച്ചു നോക്കിയത്. ഇളക്കാനുള്ള ഒരു സമയം കിട്ടുന്നില്ല ചേട്ടന്. രസണ്ടാ രസണ്ടാ? ഈ മീനെ കുഴപ്പമില്ലാന്ന് മീൻ തിന്നാ താങ്ങി. ഇനി ഇതിലേക്കേ 4 സാധനങ്ങൾ അരച്ചു കൊണ്ടുവരണം. 50 ഗ്രാം പച്ചമുളക്, 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി, ഒരു 1.5 സ്പൂൺ പെരിഞ്ജീരകം. ഇത് 4 കൂടിയിട്ട് അരയ്ക്കണം മിക്സിയുടെ ജാറിൽ. നന്നായിട്ട് പേസ്റ്റ് അടിക്കരുത്, എന്നാൽ ചതയല്ലല്ല. അതിൻ്റെ ഇടയിലുള്ള പോലെ ഒരു പരുവത്തിൽ അരച്ചു കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ അരയ്ക്കാൻ പോവാം. ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. ഇതിൻ്റെ ഈ സാധനം കളയല്ലേ, പച്ചമുളകിൻ്റെ. അല്ല ചേട്ടൻ്റെ അവിടെ നിന്ന് പൊട്ടിച്ചതാട്ടോ മുളക്. പച്ചമുളകിൻ്റെ ഈ ഇത് കളയണ്ടേ, ഞെട്ട് കളഞ്ഞാലും കുഴപ്പമില്ല. വേപ്പിന്റെ ഇല കൊണ്ടുവന്നിട്ടില്ലേ നമ്മള്? ഇതിന് മണം വന്നു തുടങ്ങി ബിരിയാണി. ഈ അരിയിലെ ലാസ്റ്റ് പിടിപ്പിച്ചാൽ മതിയില്ല. ഇപ്പൊ പിടിപ്പിച്ച് വെച്ചോണേ, കുഴപ്പമൊന്നുമില്ല. സബോള വാടാനായിട്ട് സ്ഥലത്ത് കുറച്ച് ഉപ്പ് കൂടിയിട്ടുണ്ട്. വാടാത്തൊരു സമയം പിടിക്കും. നന്നായി വാടണേ. അതായത് ഇത് നമുക്ക് കുറച്ച് നാള് എടുത്ത് വെക്കാൻ വേണ്ടി ചെയ്യണതാണല്ലോ. അപ്പൊ ഇതിന്റെ വെള്ളത്തിന്റെ അംശം പോണം. തക്കാളി ഇടണം. സബോള ചെറുതായിട്ടൊന്നും ഇങ്ങനെ വാടി വരുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇതിലേക്ക് തക്കാളി ഇടണം. 1/2 കിലോ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടാ, കുനുകുനുങ്ങനെ അരിഞ്ഞത്. അപ്പൊ ഈ സമയത്ത് തന്നെ നമുക്ക് വേറെ കാര്യം ചെയ്യാണ്ട്, ഈ മീനില്ലേ, ഈ മീനിന്റെ വറുത്തന്റെ മുള്ളില്ലേ, അത് നമുക്ക് വേണ്ട. മുള്ള് ഈ പൊടിക്കാൻ പാടില്ല, പീസാക്കിട്ടെടുക്കണ്ട. ഈ മുള്ള് ഇങ്ങനെയാക്കി മാറ്റും. ഇതിന് പിന്നെ ആക്കാനായിട്ട് സുഖമാണ്. കണ്ട സെൻറ്ററിൽ തന്നെ ഇതിന്റെ മുള്ളുണ്ട്. ഇങ്ങനെ ആക്കി വെക്കുക കേട്ടോ. എല്ലാം കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിക്കാട്ടാ. അന്ന് നമ്മൾ ഉണ്ടാക്കിയതിൽ ഉണ്ടായ കുഴപ്പം ആൻറ്റി വീഡിയോ കണ്ടിട്ട് പറഞ്ഞത് വെളിച്ചെണ്ണ വളരെ കുറഞ്ഞു പോയി എന്നാണ്. കാരണം നമ്മൾ അന്ന് ഉണ്ടാക്കിയത് വളരെ ഡ്രൈ ആയിട്ടിരിക്കണ്ടായിരുന്നു. അപ്പോൾ ഒരു കുഴമ്പ് പരുവത്തിൽ വേണം ഇതിൻ്റെ ഗ്രേവി ഇരിക്കാൻ. അപ്പോഴാണ് നമുക്ക് ബിരിയാണിക്കായാലും ചോറിനായാലും ചപ്പാത്തിക്കായാലും ഒക്കെ പറ്റുള്ളൂ. ആഹാ, ഇത് രസീ കാറ്റ്. ഈ കാറ്റിന് ഒരു ഹൊറർ ഇതുപോലെ തോന്നുന്നുണ്ടോ ചേട്ടൻ? ഇല്ലല്ലോ, തോന്നുന്നുണ്ടോ? രസല്ലേ ഈ കാറ്റ്? നമ്മുടെ റൈസ് വെന്തൂട്ടാ, വെള്ളമൊക്കെ വറ്റി. ഇത് ദമ്മിടണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ഇതിൽ തന്നെ നെയ്യ്, ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് ഈ സബോള ഇട്ട്
ഹലോ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് ചേട്ടൻ വേണാ ഇതൊക്കെ ഇടട്ടെ ഞാൻ കൂടുതലാക്കി ചേട്ടൻ ഇതൊക്കെ ഇത്തിരി ബാക്കി ഇത്തിരി ബാക്കി ഞാനേ ഈ മുള്ളുകള് ലോറയ്ക്ക് കൊടുക്കാം. ആ നീ എവിടേക്കാ സൈക്കിൾ എടുത്ത് പോയേ? കുറച്ച് പൈനാപ്പിൾ പീസും കൂടി ഇട്ട് ഇവിടെ ഇരിക്കട്ടെ, മറ്റേതാവുമ്പോഴത്തേക്കും കഴിക്കാം. ഇവിടെ ഇരിക്കട്ടെ, അവിടെ കൊണ്ടേക്കാട്ടാ. ഇതിന്റെ വെളിച്ചെണ്ണ തെളിഞ്ഞു തുടങ്ങിട്ടാ. അപ്പൊ നമ്മള് അരച്ചു വെച്ച പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കണ്ടില്ലേ ജീരകം, ഭയങ്കരമായിട്ട് അറിയരുത്. ആ പെരുംജീരകം 4 സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഈ മുളക് നല്ല എരിവുണ്ട് തോന്നൂല്ലേ? അത്യാവശ്യം എരിവുണ്ടാവും, അത് കുഴപ്പമുണ്ടാവില്ല. നമ്മള് പച്ചമുളക് 50 ഗ്രാം അരച്ചു ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലുണ്ടായ മുളക് ആയതുകൊണ്ട് തന്നെ എരിവുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ മുളക് പൊടി വേണ്ടി വരില്ല എന്ന് തോന്നുന്നു. കുരുമുളക് പൊടി വേണ്ട, കുരുമുളക് പൊടി വേണ്ട. ഇതാവാൻ കുറച്ച് സമയം പിടിക്കൂട്ടാ. ഇതിന്റെ വെളിച്ചെണ്ണ തെളിയണം. തെളിഞ്ഞ് വരുന്നുണ്ട്. എന്നാലും ഒരു 10-20 മിനിറ്റിന് അധികം പിടിക്കും. 20 മിനിറ്റ് കൊണ്ട് നിൽക്കില്ല. പാലപ്പൂത്ത മണം ചെറുതായിട്ട് വരുന്നു. എക്ഷിറങ്ങിണ്ടോ നമ്മളത് ആയിട്ട് അപ്പൊ ഇതിക്ക് മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ഇടാൻ പോകണം കേട്ടോ. അപ്പൊ അത് അങ്ങോട്ട് നീക്കാം. മുളക് പൊടി ഇടണം, പിന്നെ കാശ്മീരി മുളക് പൊടി ഇടണീ കേട്ടോ. മുളക് പൊടി ഇത് മതി ആ കുറച്ച് മതി, അതിനോട് കേട്ടോ. കാശ്മീരി മുളക് പൊടി ഇടാൻ പറഞ്ഞിട്ടുണ്ട് ആന്റി, പക്ഷെ നമ്മൾ ഇടുന്നില്ല. കാരണം ഇവിടെ ഇല്ല സാധനം. മഞ്ഞൾപ്പൊടി ഇടുന്നു, പിന്നെ ഗരം മസാലപ്പൊടി ഇളക്കട്ടെ. ഞാൻ ഗരം മസാലപ്പൊടി ഇത്തിരി ഇടുന്നു. പിന്നെ മല്ലിപ്പൊടി ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല കേട്ടാ. പക്ഷെ ഇപ്പൊ ആള് വിളിച്ചപ്പോ ഇത്തിരി മല്ലിപ്പൊടി ഇട്ടോളാൻ പറഞ്ഞു. ഇത്തിരി മല്ലിപ്പൊടി ഇട്ടു. സെന്ററിൽ അതൊന്ന് ഇട്ടിട്ട് ഒന്ന് ചൂടാവുമ്പോ എല്ലാം കൂടി ഒരുമിച്ചിട്ട് ഇളക്കാം. കാശ്മീരി നല്ല ചുവപ്പ് കളറാവും. നമ്മളെ വാങ്ങിക്കണ പച്ചമുളക് ആകുമ്പോ വലിയ എരിവൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് 2 നല്ലോണം മുളക് പൊടി ഇടേണ്ടി വരും എരിവിന് വേണ്ടി. നമുക്കത് മറ്റേ മുളകായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അധികം. കുറച്ച് കുരുമുളക് പൊടി ഇടണം, കുരുമുളകിന്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട്. അതിട്ടു കേട്ടാ. ഇപ്പൊ തീ സിമ്മിലാണ് ഇട്ടോണം കേട്ടാ. ഈ മീനൊക്കെ അതായത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം. നമ്മുടെ ഈ സാധനമായി. അപ്പൊ നമ്മൾക്ക് ഇതിന്റെ തീ ഓഫ് ചെയ്യാം. പിന്നെ നമ്മുടെ മീൻ വറുത്ത പാത്രല്ലേ അടുത്തിട്ടുണ്ട്. അടുത്തിട്ട് കഴുകൊന്നും വേണ്ട. ഇതിനെ 2 ഭാഗമാക്കണം. പകുതി ഈ സാധനത്തിന് പകുതിയാക്കി. അന്ന് ഓർമ്മയില്ല, അന്ന് നമ്മുടെ ഡ്രൈ ആയിട്ടിരിക്കണ്ടായിരുന്നു. ഇതിപ്പോ നല്ല കുഴമ്പ് പരുവത്തിലായിരിക്കണം. അപ്പൊ നമ്മളിത് 2 ഭാഗങ്ങളാക്കിയില്ലേ, അതിലത്തെ ഈ ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ ഈ വറുത്ത പാത്രത്തിലേ ഇടണം, പരത്തിടാം. ഉപ്പൊക്കെ നോക്കണോ നിങ്ങള്? എന്നിട്ട് നമ്മൾ ഉപ്പ് ഇതിന്റെ ഇടയിൽ നോക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. തരിയും കൂടി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇങ്ങനെ പരത്തുക. പരത്തണം. പരത്തിയിട്ട് ആ മീൻ കഷ്ണങ്ങളൊക്കെ ഇതിൽ നിരത്തി വയ്ക്കാൻ പോകും കേട്ടോ. ഇടാല്ലേ? കൂടുതലായി മീൻ കുറയ്ക്കാനുള്ള വഴികളുണ്ട് കേട്ടോ നമ്മുടെ കയ്യില്. ഇത്ര മതി തോന്നുന്നു. ഇല്ല അല്ല കേട്ടോ. ഈ സൈഡിൽ പിടിച്ചേക്കില്ലേ, കൂടുതലാണ് മീൻ അല്ലേ? ചേട്ടൻ കഴിച്ച 1/2 കിലോനാക്കിയില്ല. മതി ഇപ്പൊ കണ്ടമാനായി. ഇനി ഇതിന്റെ മീതെ ഇതും കൂടി ഇടാന്നോണ്ടിട്ട് ചേട്ടാ. അത് ഈ ഗ്രേവി കൂടി വരുമ്പോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. സാരല്ലേ, നമുക്ക് ഇതൊക്കെ ഇടാം. എല്ലാ മീനും ഇതിലേക്ക് വെച്ചു കേട്ടാ. എന്നിട്ട് ബാക്കിയുള്ളത് ഇത് കോരിയിട്ട് അതിന്റെ മുകളിൽ പരത്താം. അയ്യോ ഇതിപ്പോ വീഴും. അയ്യോ പിന്നെ ഒക്കെ കൂടിയിട്ട് എന്നിട്ട് പിന്നെ എല്ലാം കൂടിയിട്ട് ഇതിൻ്റെ മുകളിലിട്ട് പരത്തി. മീൻ കൂടുതലല്ലേ സരിത? അത് ഞാൻ ഇവിടേക്ക് അങ്ങോട്ട് റൗണ്ട് ചെയ്തിട്ട് ഗ്രേവി കുറവായ മീൻ കൂടിയിട്ടാണ്, ഗ്രേവി കുറവായിട്ടില്ലല്ലോ. ഒരു അപ്പം പോലെയില്ല. ഇനി പതുക്കിന്ന് തീ കത്തിക്കണം. പതുക്കെ തീ ചെറിയ നൈസ് തീയില് ഒരു കുറച്ച് സമയം ഇത് കുറച്ചു നേരം മൂടി വയ്ക്കുക കേട്ടാ. നൈസ് തീയിലാണ്. കുമാരേട്ടാ, എന്റെ കുമാരേട്ടാ. ആരാണത്? കരിമുകിലൻ പൂമേനി. ഒരു ചിരി നല്ലതാ യക്ഷികളുടെ. പാടിക്കോ അവിടെ തന്നെ പിടിച്ചോ.
കരിമുകിലിൻ പൂവേണി ഇളം കാറ്റിൻ മധുവാണി മതിമുഖമിൻ താമ്പാലം മലർചുണ്ടു താമ്പൂലം കരിമുകിലിൻ പൂവേണി ഇളം കാറ്റിൻ മധുവാണി മതിമുഖമിൻ താമ്പാലം മലർചുണ്ടു താമ്പൂലം തളിർ വെറ്റമുറുക്കാനും മണിമാറിൽ വീഴാനും പകരാൻ നീ വന്നാട്ടെ ആ ചൂടു പകർന്നാട്ടെ നിലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം കിനാവിൻ്റെ തേന്മാവിൽ രാപ്പാടി പാടി നിലാവിൻ്റെ പൂങ്കാവിൽ. കുമാരേട്ടാ, ആരാണത്? എന്താണ് വേണ്ടത്? അതാണ് രണ്ടാമത് ചോദിക്കാം. കുഴപ്പമില്ലേ, പഠിക്കാം. നിന്ന തോൽക്കുമെന്നേനീ മുറുകയൊന്നു പുണരാനും എന്മടിയിൽ തല ചായ്ക്കാനും സുമബാണൻ വന്നല്ലോ. നിന്ന തോൽക്കുമെന്നേനീ മുറുകയൊന്നു പുണരാനും എന്മടിയിൽ തല ചായ്ക്കാനും സുമബാണൻ വന്നല്ലോ. ഈ രാത്രി പുലരില്ല, പൂങ്കോഴികൾ കൂവില്ല, ഇന്നു രാത്രി ശിവരാത്രി മതിരോത്സവ ശുഭരാത്രി നിലാവിൻ്റെ പൂങ്കാവിൽ നിശാപുഷ്പഗന്ധം കിനാവിൻ്റെ തേന്മാവിൽ രാപ്പാടി പാടി നിലാവിൻ്റെ പൂങ്കാവിൽ. പേടിയാവണു. അങ്ങനെ സരിതയുടെ പാട്ട് കഴിഞ്ഞു. തീ നമുക്ക് കെടുത്താം. തീ കിടത്താം, തുറക്കാം, ചൂടുണ്ടാവും. ചൂടുണ്ടാവും. ഇത് നമ്മള് ഇത് ഇറക്കണം കേട്ടോ. ഇത് ഇറക്കി ഇത് തുറക്കാണ്. ടടൻ ടടേ. അതിൻ്റെ ഒപ്പം തന്നെ ഇത് തുറക്കണം. ടടൻ ടടേ. രണ്ട് സവോളി സാധനങ്ങൾ കണ്ടപ്പോ എന്താ അല്ല ഇത് മാറ്റി ഇതിങ്ങനെ എടുത്താൽ മതി. അല്ല അവനത് മാറ്റിട്ട് കൊടുക്കാം. പിന്നെ അവൻ പറക്കായിരിക്കണം. ഇത് പറക്കൊന്നും വേണ്ട. നമ്മൾ എടുക്കണം കേട്ടോ. ആദ്യം ഇതെന്ന് എടുക്കണം. ലൈഫ് മടുത്തൂന്ന് ജഗ്ഗുവിന് ചേട്ടാ, ജീവിതം മടുത്തൂന്ന്. ഇത് മറ്റേ അതിമോഹം മറ്റേ ഇതിൽ പറയട്ടെ. അതേടാ ഈ ഭാഗത്തില്ല. ഇത് എടുക്കണം കേട്ടോ. മീൻ എടുക്കട്ടെ. ആ അയ്യോ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു. അതല്ല ഇതുകൊണ്ട് എടുക്കാം. ചോറിൻ്റെ ഉണ്ടല്ലോ. അതേ വായിന് വെള്ളം വരില്ല. വായിന് വെള്ളം വരുന്നതല്ല. കഴിച്ചോ അത് ഇതിന് അതിൽ വിളമ്പാം. കഴിക്കാൻ വേണം. ചൂടുണ്ട് കേട്ടാ. കഴിച്ചോ. മിക്സ് ചെയ്ത് കഴിക്കുക. എന്ത് തോന്നണെന്ന് പറയും. സൂപ്പർ തന്നെ കേട്ടാ. ഇതിലൊന്നുമില്ല. കുഴപ്പമില്ലല്ലോ. സാധാരണ ബിരിയാണി റൈസ്. ആ എനിക്കിതൊന്നും ചേർത്തിട്ട് കഴിക്കണത് ഇഷ്ടമല്ലല്ലോ. അതെ അല്ല മറ്റേതിൽ പറയില്ലേ മഴവിൽക്കാവടിയില് KPSC അല്ല ഇന്ന് ഈ നേരം വരെ നമ്മള് സിനിമ ഡയലോഗ് ഒന്നും പറഞ്ഞിട്ടില്ലേ പേരുവാമനെ നരനായി നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാദിക്കൽ നടുവിൽ ഞാൻ നടുവിൽ ഞാൻ നരകവാരി നടുവിൽ ഞാൻ എന്നെ നരകത്തിന് കരയായിരുന്നെന്ന് പറയില്ലേ. എന്നിട്ട് ആശ്രയം ഒരു നല്ല കഞ്ഞിയും ഇതൊക്കെ കഴിച്ച് ജീവിക്കാൻ പറ്റുന്നതിനെ സ്വർഗം എന്നാണ് പറയാന്നറിയാം. പറയില്ലേ അതുപോലെ മീൻ കഷ്ണം ഉണ്ടായില്ലേ. കാറ്റ് സമയം രാത്രി കുറേട്ടാ. രാത്രി 10 മണി. അപ്പൊ നല്ല രസം കഴിക്കാം. നിനക്ക് ക്രിസ്മസിന് ഈ സാധനം ഉണ്ടാക്കിയോടാ. എരിവുണ്ട്. നമ്മുടെ പച്ചമുളക് ഭയങ്കര എരിവാട്ടാ.
എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. അല്ല ഇതിൽ കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. നിർത്താം, അവൻ കഴിച്ചോട്ടെ. നമുക്ക് തന്നെ റൈസ് മാത്രം മതിയല്ലേ. തന്നെ എടുത്ത് കഴിച്ചോ. എന്താ കൈ പിന്നിൽ കെട്ടി അവിടെ പോയി നിൽക്കണ്? ഏലക്കായ കടിച്ചാ ഏലക്കായ വീണ്ടും കഴിച്ചു. നിർത്താം. അപ്പോൾ അങ്ങനെ ഒരു വൈകുന്നേരം കൂടി കഴിഞ്ഞു. ഇന്ന് ഇതിന് കഴിക്കാനാണ് ഇതിപ്പോൾ മാറ്റിയിട്ട് പോകുന്നത്. നിന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് കുറേ കമന്റുകളുണ്ട്. നിഴലൊക്കെ ഉള്ളോ? ക്ലിയർ ആയിട്ട് ഒരു വീഡിയോയിലുണ്ട്. അവിടെ അമ്മേനെ എടുത്ത് നടക്കുന്ന വീഡിയോയില് എന്നെ എടുത്ത് നടക്കേ 250 റൗണ്ട് എടുക്കും. 3 റൗണ്ട് നിർത്തിക്കോ. അപ്പൊ നിർത്താം കേട്ടാ. നല്ലൊരു രാത്രി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വഴിയിലാണ്. നന്ദി, നമസ്കാരം.